ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് കുണ്ടലിനി അവേക്കനിങ് അല്ലെങ്കിൽ കുണ്ടലിനി എന്ന് പറയുന്ന നമ്മളുടെ ശരീരത്ത് ഉള്ള ആ ഒരു പവറിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. എല്ലാ തരത്തിലുമുള്ള ആ ഒരു പോസിറ്റീവ് എനർജി, പ്രോത്സാഹനം, സ്നേഹം, സജഷൻസ് എല്ലാം തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ കുണ്ടലിനി എന്ന് പറയുന്ന അത് എന്താണ്, അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് എനർജി അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ലൈറ്റിന് ഈ ഒരു 3 ഡയമെൻഷണൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ വേൾഡിൻ്റെ ഈ ഒരു എനർജി വിട്ട് പല ഡയമെൻഷനിലേക്കും യാത്ര ചെയ്യാനുള്ള ആ ഒരു കഴിവ്, ആ കഴിവ് ആർജിക്കുമ്പോൾ അതിനെയാണ് കുണ്ടലിനി അവേക്കനിങ് എന്ന് വളരെ ലളിതമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളുടെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ 114ഓളം ചക്രാസ് ഉണ്ട്. 112 നമ്മളുടെ ശരീരത്തിലും 2 വെളിയിലായിട്ടും. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ ആ ഒരു ബ്ലോക്കെല്ലാം മാറ്റി പ്രാണ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലൂടെ ഇങ്ങനെ സദാ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് പല രീതികളുണ്ട്. 112ഓളം മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 7 കാര്യം മാത്രമേ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നുള്ളൂ. അത് 7 ഡയമെൻഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഓരോ മനുഷ്യരുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ ആ ഒരു അഭൗമമായിട്ടുള്ള ആ ഒരു ശക്തി ഉറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഒരു 100 പേരെ എടുത്താൽ അതിൽ 90 പേരും ഒരു ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ അവരവരുടെ ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ സൊസൈറ്റി, ചുറ്റിനുമുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ കടന്നുപോയ ആളുകൾ ഏതൊക്കെ രീതിയിൽ ജീവിച്ചിട്ടുണ്ടോ, ഏതൊക്കെ രീതിയിലാണ് അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷത, ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങളെ നോക്കിക്കണ്ടിട്ടുള്ളത്, അത് തന്നെ നമ്മളും തുടർന്ന് ആ ഒരു രീതിയിലൊക്കെ ജീവിച്ച് ഉത്തരവാദിത്തങ്ങളെല്ലാം നടത്തി അങ്ങനെ അവർ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ള രീതിയിൽ മൺമറഞ്ഞു പോകുന്ന വ്യക്തികൾ. എന്നാൽ ഇതിൽ നിന്ന് 10 ആളുകൾ മാറി നിൽക്കുന്നത് ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട്, അല്ലെങ്കിൽ അസുലഭമായിട്ടുള്ള സൗന്ദര്യമായ ആ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം വേറെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ ആത്മീയതയിലൂടെ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഓരോ പടവുകളൊക്കെ ചവിട്ടിക്കയറി ഒരു ഹൈ വൈബ്രേഷനിൽ എനർജിയിലേക്ക് അവരുടെ ആ ഒരു തലത്തിനെ ആ ഒരു രീതിയിൽ അവർ ഉയർത്തുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ നമ്മളുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ആ ഒരു ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഉണർത്താൻ സാധിക്കും. എന്നാൽ ഈ സ്പിരിച്വൽ പാത്തിലൂടെ അല്ലെങ്കിൽ ആത്മീയതയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളാരും ഈ അഭൗമമായിട്ടുള്ള പവർ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യില്ല. കാരണം കുണ്ടലിനി അവേക്കനിങ് എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല മാർഗങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു 3D ഫിസിക്കൽ വേൾഡിൽ ജീവിച്ചുകൊണ്ട് പല ഡയമെൻഷനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടൊന്നും ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും വിൽ ബി ഔട്ട് ഓഫ് കൺട്രോൾ. അതുകൊണ്ടാണ് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ആളുകളും നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിലൂടെ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ മുതിരാവൂ, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേറെ പല വഴിയിലൂടെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ജീവിതം ഇല്ലാതെയായി പോകും എന്നൊക്കെ പറയുന്നത്. അത് ഈ ഒരു കുണ്ടലിനി അവേക്കനിങ്ങിനെ അവേക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ഒരു രീതിയിലൊക്കെ നമുക്കെന്തെങ്കിലും ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മളെ തന്നെ നഷ്ടമായി പോകുന്ന രീതിയിൽ നമുക്ക് ഈ ഫിസിക്കൽ വേൾഡിൽ 3 ഡയമെൻഷനിലും അല്ലെങ്കിൽ വേറെ പല ഡയമെൻഷനിലും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെയായി പോകുന്നത്.
അപ്പോൾ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളുടെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മളുടെ ഇട പിങ്കള നാഡിയിലൂടെ ആ ഒരു പ്രാണ എന്ന് പറയുന്നത് ഒഴുകി ആ ഒരു റൂട്ട് ചക്രയുടെ താഴെയുള്ള ബിന്ദു എന്നൊരു പോയിന്റിൽ എത്തിച്ചേർന്നിട്ട് അവിടെ നിന്നും ആ ഒരു പോയിന്റ് ആ ഒരു ബ്ലോക്ക് മാറിക്കൊണ്ട് ആ ഒരു പോയിന്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു ബിന്ദു എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തൂടെ ആ ഒരു പ്രാണ നമ്മുടെ റൂട്ട് ചക്ര മുതൽ ഓരോ ചക്രാസിൻ്റെ ഇതിലൂടെ നമ്മുടെ തേർഡ് ചക്രയും കടന്ന് അങ്ങ് ക്രൗൺ ചക്ര വരെയൊക്കെ പോയി ആ ഒരു പ്രാണ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അസുലഭമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന കാലം മുതൽ നമ്മളുടെ ഉള്ളിൽ പല രീതിയിൽ പല ആളുകളുടെ ആ ഒരു പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രദാനം ചെയ്തതിൽ നിന്ന് നമ്മളുടെ ഉള്ളിൽ തറഞ്ഞു കിടക്കുന്ന പലതരത്തിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡാർക്ക് എനർജി ബ്ലാക്ക് എനർജി എല്ലാം നമ്മൾ റിലീസ് ചെയ്ത് ഹീല് ചെയ്ത് നമ്മളുടെ ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റിക്കൊണ്ട് ആ പ്രാണ ഇങ്ങനെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ നമ്മളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്തിക്കൊണ്ട് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നമ്മളെ തന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് അത് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ആ ഒരു ചക്ര ഹീലിംഗ് എല്ലാം വന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ ഇൻഡ്യൂഷൻ വളരെ ഹൈ ആവും. പിന്നെ ഒരുപാട് എബിലിറ്റീസ് നമുക്കുണ്ടാവും. ക്ലെയർ വോയൻസ്, ക്ലെയർ ഓഡിയൻസ്, അങ്ങനത്തെയൊക്കെ ഒരുപാട് സൈക്കിക് എബിലിറ്റീസ് നമുക്കുണ്ടാകുമ്പോൾ നമ്മളുടെ മുന്നിലൊരാൾ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ദൂരെ ആയാലും ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കുമ്പോൾ അതും കുണ്ടലിനിയുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പല പല സിദ്ധികൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ ആ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട് ഇതിനെല്ലാം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാസ്റ്റർ ആവാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തു, അച്ചീവ് ചെയ്തു, അപ്പോൾ അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് അവരെ വളരെയധികം പരിഭ്രാന്തരാക്കാം എന്നുള്ളൊക്കെ രീതിയിൽ നമ്മൾ അതിനൊന്നും പോകാതെ നമുക്കിതിൽ നിന്നും ഒരു ഗെയിനിങ്ങും കിട്ടുന്നില്ല. മറിച്ച് ആ ഒരു പരമചൈതന്യം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ആ ഒരു ഹാർട്ട് ചക്രയുടെ താഴെയുള്ള ഹൃദ് നമ്മൾ ഉപാസനാ ദേവിയായിട്ട് അല്ലെങ്കിൽ ഉപാസനാ മൂർത്തിയായിട്ട് നമ്മളെപ്പോഴും അവിടെ ഇങ്ങനെ ആനയിച്ചിരുത്തി ഭയഭക്തി ബഹുമാനത്തോടു കൂടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഉപാസനാമൂർത്തിയെ ആരാധിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു തോന്നൽ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് നല്ലതായിരിക്കണേ, അതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ ഒരു 90% വരെയൊക്കെയും അതൊരു വിജയത്തിലേക്ക് എത്തിച്ചെല്ലാനായിട്ട് അല്ലെങ്കിൽ എത്തിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കണേ. മറ്റുള്ളവർക്കൊന്നും എൻ്റെ ഈ കർമ്മം കൊണ്ട് യാതൊരു ദോഷങ്ങളും ഉണ്ടാവരുതേ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നല്ലത് മാത്രമേ ഈ ഒരു കർമ്മം കൊണ്ട് പ്രദാനം ചെയ്യാവേ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക, അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു ഉപാസനാമൂർത്തിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഒന്നും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ആ ഒരു പരാശക്തിയെ ആ ഒരു ഉണർത്തി അല്ലെങ്കിൽ ആ ഒരു പരാശക്തിയുടെ ആ ഒരു ചൈതന്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ ഒരു നമ്മളുടെ ഉള്ളിൽ ഉള്ള ആ ഒരു ദേവീ ചൈതന്യത്തിൻ്റെ ആ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുന്നതാണ് ഉണരുന്നത്. കുണ്ടലിനി എന്ന് പറയുന്നത് ഫെമിനിൻ എനർജിയാണ്.
ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷൻ ജെൻഡർ സ്പെസിഫൈ ചെയ്ത് പറയുകയല്ല. ഏതൊരു വ്യക്തിയിലും ആ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ അവിടെ ക്രിയേഷനെ സൂചിപ്പിക്കുന്നു. അതിലൂടെ നമുക്ക് നമ്മളുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹൃദ്ചക്രയിൽ ആദിപരാശക്തി അല്ലെങ്കിൽ മദർ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ശക്തിയെയാണോ നമ്മൾ ആ ഒരു ഉപാസനാമൂർത്തിയായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അതിൽ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു തരി പോലുമില്ല. ആ ഒരു പ്രാണ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളായി മാറുമ്പോൾ നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ആരോടും ഒരു അറ്റാച്ച്മെൻറ്റ്സും ഇല്ലാതെ നമ്മൾ വളരെ ആ ഒരു പ്രപഞ്ചശക്തിയോട് മാത്രം വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അഭൗമമായി കിടക്കുന്ന ആ ഒരു ശക്തി ഉണരുകയായി. അത് ഡബിൾ കോയിൽഡ് സ്നേക്ക് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ അത് ഉണർന്ന് നമ്മളുടെ ആ ഒരു ക്രൗൺ ചക്ര വരെയൊക്കെ ഉയർന്ന് നിന്നുകൊണ്ട് നമ്മളെപ്പോഴും ആ പ്രപഞ്ചശക്തിയുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുമ്പോൾ പിന്നെ നമ്മളെ ഒന്നിനും പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മൾക്ക് ഭയം എന്ന് പറയുന്ന ഒന്നുമില്ല. നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും പ്രപഞ്ചശക്തിയോട് ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യാനുള്ള എല്ലാ ശക്തിയും തരണേ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമ്മളുടെ ലൈഫ് പർപ്പസിലേക്ക്, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്, എന്താണ് ഈ ഭൂമിയിൽ ഞാൻ ഈ ലൈഫ് ടൈമിൽ ജീവിക്കുന്നത് കൊണ്ടുള്ള ദൗത്യം എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഡീപ്പായിട്ട് നമ്മൾ ഗൈഡ് ആ ഒരു രീതിയിൽ ആ ഒരു ഗൈഡൻസ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഇൻഡ്യൂഷനിലൂടെ അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മളെ നേർവഴിക്ക് മാത്രം നയിക്കുന്ന രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന ആ ഒരു ശക്തിയാണ് കുണ്ടലിനി. അപ്പോൾ കുണ്ടലിനി ഉണർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട. നമ്മൾ കുണ്ടലിനി അവേക്കനിങ് അല്ലെങ്കിൽ കുണ്ടലിനി ശക്തി ഉണരുവോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയെ അല്ലെങ്കിൽ കോടാനുകോടി ശക്തികൾ ചേരുന്ന പ്രപഞ്ചശക്തിയെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിക്കൊണ്ട് എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ആ ഒരു ശക്തിയെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അത് പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള എല്ലാ ശക്തിയും സഹായവും ചെയ്തു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ശക്തി നമ്മളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം സംരക്ഷിക്കും, നമ്മളെ നേർവഴിക്ക് മാത്രം നയിക്കും, നടത്തും. അങ്ങനെ നമ്മളുടെ ജീവിതം വളരെ സക്സസ്ഫുള്ളായിട്ട് മാറും. ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ കോട്ട്സ് ആ ഒരു രീതിയിൽ സ്പീച്ച് നടത്തുന്ന ആളുകളെല്ലാം അല്ലെങ്കിൽ മുനിശ്രേഷ്ഠന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ അവരെല്ലാം ജീവിതത്തിൽ വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു ജീവിതയാത്രയിലൂടെ നടന്നു വന്നെങ്കിലും അവരുടെ ജീവിതം ഒരിക്കലും ഒരു തോൽവിയല്ല, വൻ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തിനെ നോക്കിക്കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്തുണ്ടോ എന്തില്ലയോ അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടു പോയോ എന്ത് ഇപ്പം എൻ്റെ കയ്യിലുണ്ടോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു പ്രപഞ്ചശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുക, പൂജിക്കുക, എല്ലാം ആ ഒരു സമക്ഷം വെച്ചുകൊണ്ട് നമ്മൾ നേരായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഏറ്റവും വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അതിലൂടെ ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി, ഇമോഷണലി വളരെ ശക്തി ആർജിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാനും നടക്കാനും ഒക്കെ അത് സഹായിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.